ചങ്ങാതിയായി ഉള്ളിൽ എന്നും സ്നേഹിക്കും നിന്നെ ഞാനെന്നും എന്നും ചങ്ങാതിയായി ഉള്ളിൽ എന്നും സ്നേഹിക്കും നിന്നെ ഞാനെന്നും എന്നും പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരിയ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരിയ ഉത്തരം തരുവാൻ ഓടിയെത്തും എല്ലാം ചൊല്ലാം മടികൂടാതെന്നും സഖിയാണെന്നേശുവല്ലോ. ചെന്ന് പാടാം. എല്ലാം ചൊല്ലാം മടികൂടാതെന്നും സഖിയാമെന്നേശുവല്ലോ. എവരും ചേർന്ന് എല്ലാം ചൊല്ലാം മടികൂടാതെന്നും സഖിയാമെന്നേശുവല്ലോ. അവൻ നല്ല സഖി. എല്ലാം ചൊല്ലാം മടികൂടാതെന്നും സഖിയാണെന്നേശുവല്ലോ. ഉറക്കെ പറഞ്ഞാട്. എല്ലാം ചൊല്ലാം, എല്ലാം ചൊല്ലാം മടികൂടാതെന്നും സഖിയാണെന്നേശുവല്ലോ. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരിയ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരിയ. പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന വിശ്വസിച്ചുകൊണ്ട് ആ കർത്താവിന്റെ സന്നിധിയിൽ ഈ സമയത്തിൽ വരികളെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് എത്ര പേര് ഈ പാട്ടിൻ്റെ വരികൾ അർത്ഥം മനസ്സിലാക്കി? ഒരു ചങ്ങാതിയായി നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു കർത്താവ്. ഈ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ കർത്താവിനോട് എന്തു വേണോ പറയാൻ. ആമേൻ. നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ വിഷമങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അത് അവിടെ കൊണ്ട് തീരണമെന്നില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രശ്നത്തിന് ചിലപ്പോൾ ഒരു പരിഹാരം ലഭിക്കണമെന്നുമില്ല. ആമേൻ. ചിലപ്പോൾ ആ സമയത്തിൽ ആ വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ ഒരു സഹതാപം നമുക്ക് ലഭിച്ചേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എന്താ പറയുക, നല്ല അല്ലെങ്കിൽ കുറേ ഉപദേശങ്ങൾ നമുക്ക് ലഭിച്ചേക്കാം. പക്ഷേ നമ്മൾ ആ സമയത്തിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക്, വേദനയ്ക്ക് ഒരു പരിഹാരം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ അതില്ല. എത്ര പേർ അത് അനുഭവിച്ചിട്ടുണ്ട്?
പക്ഷെ നമ്മുടെ കർത്താവിനോട് എന്തു വേണോ പറയാം, നമുക്ക് ധൈര്യത്തോടെ പറയാം. അവിടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ശക്തിയോടെ കരങ്ങളെ ഒന്ന് ചേർത്ത് തട്ടിയാട്ട്. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇവിടെ നിറപ്പുണ്ട്. ആ കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവജനത്തിന്മേൽ ആ ദൈവിക സാന്നിധ്യം കടന്നു വരും. അത് വിശ്വസിക്കുന്ന ദൈവജനത്തിന്മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതം ഇന്ന് എന്താകുന്നു എന്ന് അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാം നന്നായി അറിയുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുള്ള. എത്ര പേർക്ക് ഇന്ന് പകലിൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? ആമേൻ, 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 ആമേൻ. പ്രത്യേകിച്ച് നോക്കുന്ന സമയത്തിൽ നമ്മുടെ ജീവിതം നോക്കുമ്പോൾ സാഹചര്യം ചിലപ്പോൾ നമുക്ക് ആരാധനയ്ക്ക് നല്ലത് എന്ന് പറയുവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ ഉള്ളത്തിൽ അത്രത്തോളം പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, വേദനകളൊക്കെ ഉണ്ടായിരിക്കാം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തൊരു സാഹചര്യത്തിലായിരിക്കും നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ഒത്തിരി വാഗ്ദത്തം നമ്മൾ കേട്ടതാണ്, ഒത്തിരി പ്രവചനം നമ്മൾ കേട്ടതാണ്, ഒത്തിരി പേർ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതാണ്. പക്ഷേ നിന്റെ ജീവിതത്തിൽ ഇന്നും നിനക്കൊരു മാറ്റം കടന്നു വന്നിട്ടില്ല എങ്കിൽ നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവം നിന്നെ മാനിക്കുവാൻ ശക്തനാ. ആ പ്രവചനങ്ങൾ നിനക്ക് നിന്റെ ജീവിതത്തിൽ വെറുതെയല്ല, അത് നിനക്ക് അനുഗ്രഹമായി തന്നെ തീരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് എന്നെ ചിന്തിപ്പിച്ച ഒരു നല്ലൊരു ചിന്ത, നമ്മുടെയൊക്കെ ജീവിതം നോക്കുന്ന സമയത്തിൽ വളരെ നന്നായി പോകുകയും പെട്ടെന്നൊരു തകർച്ച നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും ചെയ്യും. സ്വാഭാവികമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളാണ്. കർത്താവിനെ നമ്മൾ എപ്പോഴും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികളാണ്. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? എന്താ? കർത്താവ് എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? കർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ലേ? പക്ഷേ കർത്താവ് ആ സമയത്തിൽ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച വരുന്നുണ്ട് എങ്കിൽ നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. സ്വർഗം പണിയുന്നൊരു സമയമാണ്. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ജീവിതവും അതുപോലെയാ. കഴിഞ്ഞ കാലങ്ങളിൽ നന്നായി പോയി, പക്ഷേ നിന്റെ ജീവിതത്തിൽ തകർച്ചയാണെങ്കിൽ നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് പാകമാകുമെന്ന് നിന്നെ പണിയുന്നൊരു സമയമാണിത്. ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ ആഗ്രഹത്തിന് ഒത്തവണ്ണം നമ്മുടെ ജീവിതം നടക്കാതിരിക്കുമ്പോൾ, കർത്താവ് എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പിച്ചൊരു വചനമാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ തൻ്റെ പിതാവിനോട് താൻ ഒരു വാഹനം ചോദിക്കുന്നു. പക്ഷേ ആ കുഞ്ഞിനോട് ഇഷ്ടമുള്ള പിതാവ് അവൻ അത് മേടിച്ചു കൊടുക്കത്തില്ല. ആ കുഞ്ഞിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, അവൻ അതിന് പാകമാകാത്തത് കൊണ്ടാണ്. ആ വാഹനം ഓടിക്കുവാനായിട്ടുള്ള പ്രായം അവന് അനുവദിക്കുന്നില്ല, അവൻ്റെ ആരോഗ്യം അതിന് അനുവദിക്കുന്നില്ല, അവന് പക്വത ആകാത്തത് കൊണ്ടാണ്. നിന്റെ ജീവിതത്തിൽ ചില നന്മകൾ നീ ദൈവത്തോട് ചോദിക്കുന്ന സമയത്തിൽ നിനക്ക് ആ സമയത്തിൽ കിട്ടിയില്ലെങ്കിൽ നീ നിരാശപ്പെടേണ്ട. നീ പാകമാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. എത്ര പേര് ആ ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? ഞാൻ ചോദിക്കുന്നത് എനിക്ക് അപ്പം തന്നെ വേണമെന്നല്ല, ദൈവത്തിന് ഇഷ്ടമുള്ള സമയത്തിൽ, ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ, ദൈവത്തിന് ഹിതമാകുന്ന രീതിയിൽ എന്നെ പണിയണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ആ കുഞ്ഞു പാകമാകുന്ന സമയത്തിൽ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന പിതാവാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ആ അനുഗ്രഹം നൽകും. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ വായിക്കുന്ന സമയത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഒരു ധൂർത്തുപുത്രനെ കുറിച്ച്. അവൻ പാകമാകുന്നതിന് മുമ്പേ അവൻ്റെ അപ്പനിൽ നിന്ന് ലഭിക്കേണ്ടുന്ന നന്മ അവന് ലഭിച്ച സമയത്തിൽ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അവൻ അതിനെ കൊണ്ട് നഷ്ടപ്പെടുത്തി. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഏറെ സ്നേഹിക്കുന്ന ഒരു കർത്താവാണ്. എത്ര പേര് ആ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്? ആമേൻ. എല്ലാ കരങ്ങളും ഉയർന്നു ഈ സമയത്തിൽ. എല്ലാം ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ പൂർണ്ണമായി ഒന്ന് സമ്മതിച്ചുകൊണ്ട് എല്ലാ കരങ്ങളും, ഇരുകരങ്ങളും ഒന്ന് സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിയേ. നാം കരം ഉയർത്തുന്ന സമയത്തിൽ ആ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ സമയത്തിൽ നമ്മിലേക്ക് കടന്നു വരും. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഓരോന്നും ചെയ്യുന്ന സമയത്തിൽ, നമ്മൾ പാടുമ്പോൾ, നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, നാം താഴ്മയോടെ വിനയത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ആ കർത്താവ് വെറുതെ ഇരിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ ചില നന്മകൾ നിന്നിലേക്ക് പകരും. നിന്റെ ആവശ്യങ്ങളിൽ ദൈവം കൂടിയിരിക്കും. ആ കർത്താവിനായി നിന്റെ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈശംധനാഥനന്തരൽ ധനകരികനസ്യം ധനാഥനന്തരൽ തേരെ. ഈ സമയത്തിൽ നമ്മെ മുറ്റുമായി കർത്താവിൻ്റെ കരത്തിലേക്ക് ഒന്ന് കൊടുത്താട്ട്.
ആ സ്വർഗം നമ്മെ പണിയുന്നൊരു സമയം അത്രയത്. പ്രതികൾ ദൈവം നമുക്ക് ഈ വർഷത്തിൽ ഒരുക്കി തന്നിരിക്കുന്ന വാഗ്ദത്ത വചനം ഇങ്ങനെയാ: നിന്നെ പുതുക്കി പണിയുന്നൊരു വർഷമാണ്. നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നീ അനുഭവിച്ചതായി തകർച്ച ഈ സമയം മുതൽ ദൈവം നിന്നെ മാറ്റുന്ന ഒരു സമയം അത്രയത്. നിന്നിലൊരു പണി അത് പൂർത്തീകരിക്കുന്ന സമയം അത്രയത്. അതിനായി ക്രിസ്തുവിലേക്ക് നിന്റെ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുത്താട്ട്, ആ കർത്താവിലേക്ക് നിന്റെ മനസ്സിനെ ഒന്ന് വിട്ടുകൊടുത്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ശംധന പരിഗണസ്യ തുനദനം ദരൽ ധനകരിഗണസ്യം ധനാദനം ദരൽ ധനാരിഗണസ്യേ. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. ചേർന്ന് പാടാം. എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല, യേശു കൈവിടില്ല. ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു മാറുകില്ല. സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരം യേശു മാത്രം മതി. ചേർന്ന് സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. ചേർന്ന് വീണ്ടും സുഖമുള്ള കാലത്തും സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ആഗ്രഹിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഒന്ന് ശക്തിയോടെ ചേർത്ത് തട്ടിയാട്ടെ. ഈ സമയത്തിൽ നമുക്കൊരു ഗാനം കൂടി പാടി കർത്താവിനെ ശക്തിയോടെ കരങ്ങളെ ചേർത്ത് തട്ടി ഈ സമയത്തിൽ നമുക്ക് ആ കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്കായി ജീവൻ നൽകിയതായി കർത്താവ്, നമ്മെ ഇന്നും കാത്തു പരിപാലിക്കുന്നതായ ഒരു കർത്താവ്, ആ കർത്താവിനെ ചേർന്ന് നമുക്ക് ഒരുമിച്ച് ഈ സമയത്തിൽ പാടി സ്തുതിക്കാം. സന്തോഷത്തോടെ ആരാധന ആരാധന ഓ ആരാധന ആരാധന ചേർന്നൊരിക്കൽ കൂടി ആരാധന 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 ബലഹീന
ഉത്സാഹത്തോടെ ആരാധന അങ്ങേക്ക്, ആരാധന, ഓ ആരാധന അങ്ങേക്ക്, ആരാധന. വീണ്ടും ചേർന്ന് ഓ ആരാധന, ആരാധന, ആരാധന സർവശക്തന്, ആരാധന അങ്ങേക്ക്, ആരാധന. വീണ്ടും ഒരുമിച്ച് ചേർന്ന് ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന. ഉത്സാഹത്തോടെ ആരാധന, ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥ നീ ബലമാകയാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ ബലമാകയാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. ഓ ആരാധന, ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന. ആമേ ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടി. എത്ര പേർക്ക് പറയുവാൻ കഴിയും എന്നിൽ ജീവനുള്ള, ഓ അങ്ങേ സ്തുതിച്ചു പാടിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ സ്തുതിച്ചിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ഓ ആരാധന, ആമേ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന. ഉത്സാഹത്തോടെ ചേർന്ന്
തന്നെ ഒന്ന് സ്തുതിച്ചു മഹത്വപ്പെടുത്തിയാണ്. അവൻ രാജാതിരാജാവ്, കർത്താതി കർത്താവ്. ആ നല്ല കർത്താവിനെ ചേർന്ന് ഒരുമിച്ച് ചുടരം തലതിരകലതീരമരം തലതിരകലതീരമരം ഉടമരം തലതിരകലതീരെ അസുരമരം ഉടമരം തലതിരകലതീരമരിവനാരികനതരം തലതിരകൾ തീരെ ശമനം തലതിരമലതീരകരികനകരകനതരം തലതിരമൽ ഉടമരികനകരകനെ ജഡമലമലതീരകളതീരമരം തലതിരകൾ തീരെ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. അവനവൻ ആത്മീക വർധനവ് വരുത്തുന്നു എന്ന് തിരുവചനം പറയുമ്പോൾ ഈ വർഷത്തിൽ ജീവിതത്തിൽ ആത്മീക വർധനവ് വരുത്തുന്ന സമയം ദൈവജനം അത് പ്രാപിച്ചെടുത്താട്ട് ഇടവലവലതീരകരം തലതിരകളതീരകൾ തീരമരികനതരം തലതിരകൾ തീരെ വൈഡിപരമരമനാരികനതരം തലതിരകൾ തീരെ റംഭേരകരം തലതിരകളതീരമരികനാരികനകരം തലതിരകൾ തീരമരം ഹേ ജഡമലമലമൂടമരം തലതിരകളതീരമരം തലതിരകളതീരകരികനകരകനകരകനതരം തലതിരമേ ജാനാദാരിയാരം തൽതേരകരം തലതിരമം ഭൂനമരികനെ. Hallelujah, 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 hallelujah. Rithana varagana dunadhanam daral thana gariganasya thana gariganasya asanam danadhanam daral thera gariganasya danadhanam daral thana ariganasya Rivnaradhanadhanam daral thana gariganasya thana gariganasya danadhanam daral thire. Hallelujah, hallelujah, hallelujah. Yahengennum endaivam തലമുറ തലമുറയാ യാഹേ അങ്ങന്റെ സങ്കേതം തലമുറ തലമുറയാ യാഹേ അങ്ങെന്നും എൻ ദൈവം തലമുറ തലമുറയാ യാഹേ അങ്ങന്റെ സങ്കേതം തലമുറ തലമുറയാ നീ മയങ്ങുകില്ല നീ ഉറങ്ങുകില്ല ഇസ്രായേലിൻ പരിപാലകൻ താൻ നീ മയങ്ങുകില്ല നീ ഉറങ്ങുകില്ല ഇസ്രായേലിൻ പരിപാലകൻ താൻ ഇസ്രായേലിൻ പരിപാലകൻ താൻ. സുനിത സിസ്റ്ററാണ്, ക്ലീവിൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. തൻ്റെ ജീവിതത്തിൽ ഹീലിംഗ് പ്രെയറിലൂടെ സ്വർഗത്തിലെ പിതാവ് ചെയ്ത അത്ഭുതത്തെ പറ്റിയാണ് സാക്ഷ്യം നിൽക്കുന്നത്. ഏതാണ്ട് 3 വർഷത്തോളമായി തൻ്റെ തൊണ്ടയിലൊരു മുഴ, പല രീതിയിലും ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു, എന്നാൽ ഒരു മാറ്റവും വന്നില്ല. തൻ്റെ ഫ്രണ്ട് പറഞ്ഞ് നേരെ ശാലോമിലേക്ക് കടന്നു വരികയും ഹീലിംഗ് പ്രെയറിൽ പങ്കെടുക്കുകയും ചെയ്തു. സിസ്റ്റർ ഇപ്രകാരം ആണ് പറയുന്നത്, സ്റ്റെപ്പായിട്ട് 3 ഹീലിംഗ് പ്രെയർ തൻ്റെ ജീവിതത്തിൽ താൻ പോയി. അതിലൂടെ ഏതാണ്ട് 3 മാസത്തിനകത്ത് തൊണ്ടയിലുണ്ടായിരുന്ന എല്ലാ മുഴയുടെ അവസ്ഥകൾക്കും പൂർണ്ണമായി മാറ്റം വന്നു. അതുവരെ സിസ്റ്ററിന് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു, ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചിറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. തൻ്റെ ജീവിതം തന്നെ വെറുത്തുകൊണ്ടുള്ളൊരു രീതിയിലാണ് താൻ ജീവിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം സ്വർഗത്തിലെ പിതാവ് ഈ 3 ഹീലിംഗ് പ്രെയറിലൂടെ നല്ല മാറ്റമുണ്ടായി. അതുകൂടാതെ തന്നെ ഡെയിലി മന്ന നേരുകയും അത് പ്രാവർത്തികമാക്കുകയും അതുകൂടാതെ സഭയുടെ മധ്യേ സാക്ഷ്യം പറയാമെന്ന് നേരുകയും ചെയ്തപ്പോൾ പൂർണ്ണമായി സൗഖ്യം വന്നു എന്നാണ് സിസ്റ്റർ സാക്ഷ്യം പറയുന്നത്. മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ക്ലിയറെന്നാണ് പറഞ്ഞത്. എൻ്റെ പേര് സുനിത. എനിക്ക് തൊണ്ടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ പോയി എന്തായാലും ഓപ്പറേഷൻ ചെയ്യും. ഇപ്പോഴേ കഷ്ടപ്പെടാനും ഒന്നിനും താല്പര്യമില്ല. തനിക്ക് ആശുപത്രി പോകുവാനായിട്ട് മടി. എന്നാൽ അവരുടെ വിശ്വാസം ഇതാണ്, എന്നെ യേശു കർത്താവ് കത്തി വയ്ക്കാതെ ആശുപത്രി പോകേണ്ടി വന്നാൽ ഇതിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള മാനസിക സംഘർഷ അവസ്ഥയിലാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്, അല്ലേ സഹോദരി? അതെ. എനിക്ക് യേശു സൗഖ്യം തരും എന്നുള്ള വിശ്വാസത്തിൽ തിരിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് സഹോദരിയോട്
ഈ ഷാലോമിൽ കടന്നു വരുന്ന ഒരു കൂട്ടുകാരി പറഞ്ഞു, ആ കൂട്ടുകാരുടെ പേരെന്താണ്? വാടിച്ചൽ അജിത. വാഴിച്ചൽ അജിത എന്ന സഹോദരി പറഞ്ഞു, ഷാലോമിൽ കടന്നുപോയി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ യേശു കർത്താവ് വിടുതൽ നൽകും. അവരത് ഏറ്റെടുത്തു. തുടർന്ന് 3 ആഴ്ച ടോക്കൺ പ്രയറിന് വരാൻ പറഞ്ഞിരുന്നു. അത് ഫസ്റ്റ് ടോക്കൺ പ്രയറിൽ തന്നെ നല്ലൊരു മാറ്റം കിട്ടി. സുനിത സിസ്റ്ററെ വിടിവിച്ച ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വിടുതൽ അയക്കാൻ പോകുന്ന ദിവസമാണ്. ഇപ്പോഴും നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ 91 സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞിരുന്നു. നമ്മൾ സുഖം കിട്ടുന്നവരേക്കും അത് വായിച്ചിരുന്നു. അപ്പോൾ 3 ഹീലിംഗ് പ്രെയർ പങ്കെടുത്തതിന് ശേഷം ദേവദാസന് ഒരു പ്രവചന ശബ്ദം കൂടി സഹോദരിക്ക് കൊടുത്തു. 91 സങ്കീർത്തനം പൂർണ്ണ വിടുതൽ കിട്ടും വരെ വായിച്ചുകൊണ്ടേയിരിക്കണം. 4 മാസം കഴിഞ്ഞപ്പോൾ ദൈവം പൂർണ്ണമായ വിടുതൽ നൽകി. സഹോദരിയുടെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നത്, സഹോദരി ഇതിനിടയിൽ ഒരു നേർച്ച നേർന്നു. ദൈവസന്നിധിയിൽ ഒരു ദിവസത്തെ സൺഡേ ഫീസ്റ്റ് നേർച്ചയായി സമർപ്പിക്കാമെന്ന് നേർന്നു. തുടർന്ന് ഞാൻ ദൈവസഭയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേരുകയും ചെയ്തു. എന്നാൽ 1ാമത്തെ നേർച്ച നേരത്തെ നിർവഹിച്ചു അല്ലേ? 1ാമത്തെ നേർച്ച നേരത്തെ നിർവഹിച്ചു. 25,000 രൂപ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആ നേർച്ച തീർന്നു. എന്നാൽ ദൈവസഭയിൽ കടന്നു വന്ന് എനിക്ക് യേശു കർത്താവ് വിടുതൽ നൽകിയെന്ന് പറയുവാൻ ഒരു വിമുഖത. എന്നാൽ ദൈവാത്മാവ് ഈ സഹോദരിയെ ഓരോ ദിവസവും പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. സഭയിൽ കടന്നുപോയി നിനക്ക് വേണ്ടി കർത്താവ് ചെയ്ത വിടുതലിനെ കുറിച്ച് പറയണമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് വിടുതൽ കാത്തിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി സുനിത സിസ്റ്ററെ അയച്ചതാണ്. ഇന്ന് വിടുതലിൻ്റെ ദിവസമാണ്. 3 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ മോൾ ഭാഗത്താണ് ഇരുന്നത്. അപ്പം തൊണ്ടയിൽ പ്രശ്നമുള്ളവർക്ക് ദൈവം സൗഖ്യം തരാൻ പോകുന്നതായിട്ട് പറഞ്ഞ്. അപ്പോൾ ഞാൻ തിരിഞ്ഞൊക്കെ നോക്കിയപ്പോൾ ഞാൻ 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും എൻ്റെ അടുത്ത് പറയണതാണെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് ഞാൻ പ്രാർത്ഥിച്ച്. അതിനുശേഷമാണ് എനിക്ക് പൂരണമായിട്ട് അങ്ങ് മാറിയത്. അപ്പോൾ 91 സങ്കീർത്തനം വായിച്ചുകൊണ്ടേയിരുന്നു. 3 ഹീലിംഗ് പ്രെയർ കഴിഞ്ഞപ്പോൾ അവരുടെ ആദ്യത്തെ ബുദ്ധിമുട്ട് മാറി. തുടർന്ന് 91 സങ്കീർത്തനം വായിക്കുവാനായിട്ട് പറഞ്ഞു. 3ാമത്തെ മാസം കടന്നു വന്ന് മേൽഭാഗത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സഭയിൽ ദൈവദാസൻ പ്രവചന ശബ്ദം പറഞ്ഞു. തൊണ്ടയുടെ മുഴയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി കർത്താവ് ഇന്ന് വിടുതലയക്കുന്നു. അത് അവർ ഏറ്റെടുത്തു. പൂർണ്ണ വിടുതൽ കർത്താവ് നൽകി. കർത്താവിന് കൈയടിച്ച് മഹത്വം കൊടുക്കാം. നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുന്നത് ബ്രദർ ജോയ് ബ്രദറാണ്. തൻ്റെ കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തെ പ്രസ്താവിക്കുവാനായിട്ടാണ് പ്രിയ സഹോദരൻ കുടുംബമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. താൻ ഈ നാളുകളിൽ വളരെ കടബാധ്യതയിലൂടെ ചില രോഗത്തിൻ്റെ പ്രയാസത്തിലൂടെ കടന്നുപോയി എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. തുടർന്ന് നമുക്ക് പ്രിയ സഹോദരനോട് തന്നെ ചോദിക്കാം, എപ്രകാരമാണ് ആ പ്രതിസന്ധിയുടെ ആ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ ദൈവം തന്നെ വിടിവിപ്പാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത്. ദൈവം മഹത്വപ്പെടട്ടെ. എന്നൊരു സാക്ഷിയായി എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഇവിടെ നിൽക്കാൻ ആദ്യമേ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളിവിടെ വളരെ കടഭാരത്താലും രോഗങ്ങളാലാണ് ഇവിടെ വന്നത്. ഞങ്ങളിവിടെ വന്ന ശേഷം ഞങ്ങളുടെ കടഭാരത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വളരെയധികം മാറ്റമുണ്ട്. കടഭാരം മാറുന്നതിന് വേണ്ടിയിട്ട് ദേവദാസനെ പ്രേയർ റൂമിൽ വന്ന് കണ്ടു. അപ്പോൾ പ്രാർത്ഥിച്ച ഉപ്പ് നിങ്ങളുടെ സ്ഥലത്ത് ഇടുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ വിശ്വാസത്തോടുകൂടി ഉപ്പിട്ടതിന് ശേഷം എന്താണ് കർത്താവ് ചെയ്ത വിടുതൽ? സ്ഥലത്തിന് ഒരു വിലയും പറയുന്നില്ലായിരുന്നു. ഒരു വിലയും ആരും പറയാത്ത സാഹചര്യത്തിൽ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ ദേവദാസൻ പ്രാർത്ഥിച്ച് ഒരു പാക്കറ്റ് ഉപ്പ് കൊടുത്തു. ആ ഉപ്പ് ഇപ്പോൾ വില പറയുന്ന സാഹചര്യത്തിലെത്തി. അതാണ് കർത്താവ് ചെയ്ത. ആമേൻ. കരങ്ങളെ അടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേവദാസൻ ദൈവസന്നിധിയിൽ വളരെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് നൽകിയ ഉപ്പ് താൻ തൻ്റെ പ്ലോട്ടിൽ കൊണ്ടിടുവാനായിട്ട് ഇടയായി തീർന്നു. ദീർഘനാളുകളായിട്ട് ആരും വില പറയാത്ത ആ പ്ലോട്ടിൽ വ്യക്തികൾ വില പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. തുടർന്ന് എന്താ സംഭവിച്ചത് സിസ്റ്റർ? അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് 1.5 വർഷമായിട്ട് ഒരു ജോലിക്ക് പോവാനോ ഒന്നും പറ്റില്ലായിരുന്നു. ജോലിക്ക് ഇറങ്ങും ഭയങ്കര തലവേദന, ശരീരവേദന അങ്ങനെയായിരുന്നു. ബ്രദർ ഞങ്ങൾക്ക് അവിടെ നിന്ന് പ്രയർ ക്ലോത്ത് തരികയുണ്ടായി. അത് ഉപയോഗിച്ച ശേഷം ഇന്ന് വരെ ഹസ്ബൻഡിന് തലവേദനയോ. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ 1.5 വർഷ ഈ കാലയളവിൽ മറ്റിതര മെഡിസിനോ മറ്റെന്തെങ്കിലും ആയുർവേദം ഉപയോഗിച്ചു, ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിച്ചായിരുന്നു, ഹോമിയോ ഉപയോഗിച്ച അതിൽ ഒരു കുറവില്ലായിരുന്നു. അതായത് സഹോദരന് 1.5 വർഷം കൊണ്ട് തലവേദനയുടെ ബുദ്ധിമുട്ട്. ദേവദാസനെ പ്രേയർ റൂമിൽ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. ദേവദാസൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു പ്രേയർ ക്ലോത്ത് വിശ്വാസത്തോടെ കൊടുത്തു. അവർ വിശ്വാസത്തോടെ വാങ്ങുക മാത്രമല്ല, എന്നിട്ട് ഇപ്രകാരം ഉപയോഗിക്കാൻ പറഞ്ഞു. നിങ്ങൾ കിടക്കുമ്പോൾ തലയുടെ പുറകു ഭാഗത്ത് വിരിച്ചതിന് ശേഷം കിടക്കുവാനായിട്ട്
ദേവദാസൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു നിർദ്ദേശവും കൊടുത്തു. അവർ അത് ഏറ്റെടുത്തു. ഉപയോഗിച്ച അന്നേ ദിവസം മുതൽ തൻ്റെ തലവേദന വിട്ടുമാറി, അല്ലേ? അങ്ങനെയല്ലേ? അന്നേ ദിവസം മുതൽ തലവേദന. കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാളുകളിൽ ദേവദാസന് ദൈവം നൽകിയിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് പ്രെയർ ക്ലോത്ത് എന്ന് പറയുന്നത്. ഈ നാളുകളിൽ കർത്താവിൻ്റെ ദാസനെ നിങ്ങൾ പ്രെയർ ടവറിൽ പോയി കണ്ട് പേഴ്സണൽ പ്രെയർ അറ്റൻഡ് ചെയ്യുമ്പോൾ ദേവദാസൻ ദൈവാത്മാവിൻ്റെ അഡ്വൈസോടുകൂടി പ്രാർത്ഥിച്ച് നൽകുന്ന പ്രാർത്ഥനാ പ്രോഡക്റ്റുകൾ, എക്സ്പെഷ്യലി നമ്മുടെ പ്രെയർ ക്ലോത്ത് ഈ നാളുകളിൽ ഒത്തിരി അത്ഭുതങ്ങൾ, ഒത്തിരി സഹോദരങ്ങൾക്ക് അത് വളരെ അനുഗ്രഹമായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ 3 ഹീലിംഗ് പ്രെയറിന് പങ്കെടുക്കണമെന്ന് ബ്രദർ പറഞ്ഞായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ പ്രെയർ ആയപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഭയങ്കര മരവിപ്പായിരുന്നു. ഒരു സാധനം എടുക്കാനോ ഒരു ജോലി ചെയ്യാനോ അടുക്കളയിൽ ഒരുപാട് നേരം നിൽക്കാനൊന്നും പറ്റില്ലായിരുന്നു. എന്നാൽ ദൈവം എനിക്ക് അന്ന് തന്നെ ഇവിടെ വെച്ചൊരു വിടുതൽ തന്നു. അതിനുശേഷം ഇന്ന് വരെ കൈ മരവിപ്പോ നടുവേദന ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഹീലിംഗ് പ്രെയറിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ദൈവ സാന്നിധ്യം ഈ സഹോദരിയുടെ കൈയുടെ ഭാഗത്ത് വന്നു ഭവിച്ചു വന്നാൽ അത് എപ്രകാരമാണ് സംഭവിച്ചത്? ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്കൊരു എന്താണെന്ന് അറിയില്ല, ഒരു ശക്തി പോലെ ഒരു ശക്തി വന്ന് തൻ്റെ കയ്യിൽ പതിച്ചു. വർഷങ്ങളായി താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന കൈയുടെ മരവിപ്പ് യേശു കർത്താവ് എടുത്തു മാറ്റുമെന്നുള്ള സാക്ഷ്യമാണ്. ആമേൻ, ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ അത്ഭുതകരമായിട്ടുള്ള സാക്ഷ്യമാണ് പ്രിയ കുടുംബത്തിൽ നിന്ന് നാം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. കർത്തൃദാസൻ ഇവിടെ ആരാധന ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്രകാരമാണ് പ്രിയ സഹോദരി പറയുവാനായിട്ട് ഇടയായി തീർന്നത്. ഒരു ശക്തി വന്ന് തൻ്റെ ശരീരത്തിലേക്ക് പതിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദീർഘനാളുകളായി തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ആ കൈയുടെ മരവിപ്പ് പൂർണ്ണമായിട്ട് അപ്പോൾ തന്നെ മാറുവാനായിട്ട് ഇടയായി തീർന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസമുള്ള ദൈവമക്കൾ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സിസ്റ്റർ ഫാത്തിമ നിയമമാണ്. പ്രിയ സിസ്റ്ററെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ചില നാളുകളായി പ്രിയ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ താൻ സാക്ഷ്യം പറയുവാനായിട്ടാണ് താൻ ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ ദൈവമക്കളും ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യമായിട്ട് പ്രിയ സഹോദരി ഭാരപ്പെട്ട തൻ്റെ വസ്തു സംബന്ധമായിട്ട് ഒരു വിഷയത്തിന്മേൽ ദൈവം ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനെക്കുറിച്ച് നമുക്ക് സഹോദരിയിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീരും. ആമേൻ. ഞാൻ എൻ്റെ മാതാവിൻ്റെ ഒരു സാക്ഷ്യമാണ് പറയണത്. എൻ്റെ മാതാവിന് പാർശ്വം ഒരു ഉപദ്രവത്തിൻ്റെ ഒരു ഇതുകൊണ്ട് കുറേ വർഷക്കാലം കൊണ്ട് പ്രയാസപ്പെട്ടു. അതിന് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെയും ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അതിനുശേഷം ബ്രദറിനെ വന്ന് കണ്ടു. ചൂണ്ടുപലകയിൽ കൊണ്ടുവന്ന് 3 ആഴ്ച കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുപോയി. ആദ്യത്തെ ആഴ്ച തന്നെ മാറ്റമുണ്ടായി. രണ്ടാമത്തെ ആഴ്ചയായി ഒരുപാട് മാറ്റമുണ്ട്. സാധാരണ രീതിയിലായി. മാതാവിനെ കൊണ്ടുവരാൻ പറ്റില്ല, കണ്ണ് കാഴ്ചയില്ലാത്തതുകൊണ്ടാണ്. അത്ഭുതം നിന്ന് ദൈവത്തിനും പ്രാർത്ഥിച്ച ബ്രദറിനും വളരെ കൂടി നന്ദി. പ്രിയ ദൈവമക്കളെ, സഹോദരി ഇതര വിശ്വാസത്തിൽ നിന്ന് ദൈവസ്നേഹത്തിലേക്ക് കടന്നു വന്ന ഒരു സഹോദരിയാണ്. സഹോദരിയുടെ മാതാവ് ഈ സാക്ഷ്യത്തിലൂടെ ഞാൻ കേട്ടത് ഇപ്രകാരമാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു മെൻ്റൽ ഡിപ്രഷൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുടുംബത്തിലൊരു അസമാധാനം എപ്പോഴും. സഹോദരിയുടെ മാതാവ് ക്രിട്ടിക്കൽ സ്റ്റേജിലായി. ഭക്ഷണം കഴിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നു. ജീവൻ നിലനിർത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യം കടന്നു വന്നപ്പോൾ ദേവദാസനെ കാട്ടാക്കട പ്രെയർ റൂമിൽ വന്ന് കണ്ടു. വളരെയധികം കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അവരുടെ പ്രാർത്ഥന വിഷയം സമർപ്പിച്ചു. വിശ്വാസം ഏതായാലും കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ദേവദാസൻ 3 പേഴ്സണൽ പ്രെയറിൽ 3 ആഴ്ച കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞു. രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ സഹോദരിയുടെ മാതാവ് ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഇപ്പോൾ അവിടെ സ്വന്തം കാര്യങ്ങളെല്ലാം നോക്കുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ അനുഭവിച്ചു കൊണ്ടിരുന്ന വിഷയത്തിന്മേൽ ഒരു വിടുതൽ ലഭിച്ചു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നാം കേട്ടത്. രണ്ടാമത്തെ ശേഷം ഞാൻ എൻ്റെ മോനും വിദേശത്ത് ഒരു യാത്ര ഉണ്ടായിരുന്നു. ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു എഗ്രിമെൻ്റ് പുതുക്കാനായിട്ട് പോയിരുന്നു. ദേവദാസിനെ കണ്ടു, പ്രാർത്ഥിച്ചു. ഞങ്ങൾ നിർദ്ദേശപ്രകാരമാണ് പോയത്. പക്ഷേ വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ഞങ്ങൾ മോന് 4 ദിവസം 4 പകലും 4 രാത്രിയും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട്. അത് പറഞ്ഞറിയിക്കാൻ എത്രത്തോളം ആണെന്ന് പറ്റുന്നില്ല. 2 പേരിൽ ഒരാളാണ് തിരിച്ച് മടങ്ങി വരുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ. ദേവദാസ് അപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞു. പക്ഷേ അപ്പം അവിടെയും ഞങ്ങളെ കൈവിട്ടില്ല.
എൻ്റെ യേശുപ്പിന് കൂടി മഹത്വം. മാനസികമായിട്ട് ഞാൻ തളർന്നു. ബ്രദറിനെ വോയിസ് മെസ്സേജ് ഇടാനോ ഒന്ന് വിളിക്കാനോ അവിടെ പറ്റുന്നില്ല. റേഞ്ചില്ല, നെറ്റില്ലാത്തൊരു സ്ഥലമായിരുന്നു. വിദേശത്ത് ആയിരുന്നപ്പോൾ ദേവദാസന് നേരിട്ട് വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത, ടവർ കിട്ടാത്ത ഒരു സാഹചര്യം കടന്നു വന്നപ്പോൾ എപ്രകാരമാണ് സഹോദരിയെ ദൈവം സഹായിച്ചത്? ഒരു 2 പേര് വന്ന് നമ്മൾ വീട്ടിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. ഒരു കഥവിൽ മുട്ടിയ ഒരു രാത്രിയായിരുന്നു. ഞങ്ങൾ എടുത്തോളാം, വാടകയ്ക്ക് കെട്ടിടം ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു സമാധാനം തന്നു. അന്ന് രാത്രിയാണ് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയത്. പിന്നെ ടവർ കിട്ടാത്ത സാഹചര്യത്തിൽ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് ടവർ കിട്ടി. ഒരു വോയിസ് മെസ്സേജ് അയച്ചു. വോയിസ് മെസ്സേജ് ദേവദാസൻ പ്രാർത്ഥിച്ചു. വിഷയം ഇതാണ്: ഒരു പ്രോപ്പർട്ടി വിദേശത്ത് വിൽക്കുവാൻ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഏത് ഘട്ടത്തും ദേവദാസനെ വിളിച്ച് പ്രാർത്ഥിച്ചു. വിൽപ്പനയ്ക്ക് വേണ്ടി കടന്നുപോയ സാഹചര്യത്തിൽ വളരെയധികം പ്രതിസന്ധി നേരിടുന്നു. മകൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. ഈ സാഹചര്യത്തിൽ വളരെയധികം കണ്ണുനീരോടുകൂടി ദേവദാസനെ വിളിക്കുവാനായിട്ട് ടവർ കിട്ടുന്നില്ല. എന്നാൽ ഒരു വോയിസ് മെസ്സേജ് കൊടുക്കുവാനായിട്ടുള്ള ഒരു അവസരം കർത്താവ് നൽകി. എന്നാൽ ആ വോയിസ് മെസ്സേജ് ദേവദാസൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ഒരു വ്യക്തി അവരുടെ വാതിൽ വന്ന് മുട്ടുകയും ആ വിഷയത്തിന്മേൽ ഒരു വിടുതൽ, അവരെ പ്രോപ്പർട്ടി ഏറ്റെടുക്കാമെന്ന് പറയുകയും അങ്ങനെ ആ വിഷയത്തിൽ നിന്ന് ദൈവം പൂർണ്ണമായും വിടുവിക്കുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും, ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടതിന്റെ 3-ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായി മരുഭൂമിയിലെത്തി. അവർ രഫീദീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. സീനായി മരുഭൂമിയിൽ വന്നു. മരുഭൂമിയിൽ പാളയമിറങ്ങി. അവിടെ പർവ്വതത്തിന് എതിരെ ഇസ്രായേൽ പാളയമിറങ്ങി. മോശ ദൈവത്തിന്റെ അടുക്കൽ കയറി ചെന്നു. യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ചു കൽപ്പിച്ചത്, നീ യാക്കോബ് ഗൃഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടതെന്നാൽ, ഞാൻ മിസ്രയീമ്യരോട് ചെയ്തും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമി ഒക്കെയും എനിക്കുള്ളതല്ലോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് ആദ്യം പറയുകയാണ്, നിന്നെ വഴി നടത്തിക്കൊണ്ടുവന്ന എന്നെ നീ ഓർക്കണം. മോശയുടെ കാലഘട്ടത്തിൽ ദൈവം അവരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും കണ്ടുവല്ലോ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ, നിങ്ങൾ മറക്കരുത്, ദൈവം നിന്നെ കഴുകൻ്റെ ചിറകിൽ കയറ്റി നിന്നെ രക്ഷിച്ച ചില വിധങ്ങൾ, രാമൻ രക്ഷിച്ച വിധങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറക്കരുത്. നീ എവിടെയൊക്കെയോ കുടുങ്ങിപ്പോയത്, എവിടെയൊക്കെയോ നീ രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ, എവിടെയൊക്കെയോ നീ അകപ്പെട്ടു പോയ അവസ്ഥകൾ, എവിടെയൊക്കെയോ നീ പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ നീ നിരാശയുടെയും വേദനയുടെയും ദുഃഖത്തിൻ്റെ അനുഭവത്തിലായിരുന്നപ്പോൾ എൻ്റെ ദൈവം കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ചതുപോലെ, കഴുകൻ്റെ ചിറകിൽ വഹിച്ചതുപോലെ നിങ്ങളെ, നിങ്ങളുടെ കുടുംബക്കാരെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സഭാവിശ്വാസികളെ ചിലരെയൊക്കെ ദൈവം രക്ഷിച്ച വിധങ്ങളെ ഇന്ന് 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 ഈ പകൽ സമയ, ഇന്ന് ഈ രാത്രി സമയ ദൈവജനം കേട്ട് ദൈവത്തിന് സ്തോത്രം പറ. നിന്നെ സഹായിച്ച ഒരു ദൈവം, നിന്നെ രക്ഷിച്ച ഒരു ദൈവം, നിന്നെ സൂക്ഷിച്ച ഒരു ദൈവം, നിന്നെ അനുഗ്രഹിച്ച ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പുറപ്പാട് പുസ്തകം ധ്യാനിക്കുമ്പോൾ കഴുകന്മാരുടെ ചിറകിൽ ദൈവം വഹിച്ച അനേക സംഭവങ്ങളുണ്ട്. മിസ്രയീമിനെ കുറിച്ച് പറയുവാനായിട്ടുള്ളത് ഇങ്ങനെയാണ്. അവർ ചെങ്കടലിൻ്റെ അക്കരയിലായിരുന്നു. ദൈവം കഴുകൻ്റെ ചിറകിൽ കൊണ്ടുവരും പോലെയാണ് ചെങ്കടലിനെ വിഭാഗിച്ച് അവരെ ഇക്കരയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഒന്ന് സ്തോത്രം ചെയ്യണം. ഇപ്പോൾ അടുത്തൊരു തലത്തിലേക്ക് ഇവർ പോകാൻ പോവുക. അപ്പോൾ ദൈവം ഓർപ്പിക്കുക, നീ സാക്ഷ്യം ഓർക്കണം.
നീ സാക്ഷ്യപ്പെട്ടകം ചുമക്കണം, നടത്തിയ വിധങ്ങൾ ഓർക്കണം. വ്യഞ്ജനക്കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് വലുതായിട്ട് തയ്യാറാക്കും പോലെ കർത്താവ് എനിക്ക് അത് വേണം ഇത് വേണം ഇതല്ല, പുറകിലേക്ക് വല്ലപ്പോഴും തിരിഞ്ഞു നോക്കണം. പുറകിലേക്ക് വല്ലപ്പോഴും നീ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. 5-ാം വാക്യം, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും, ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. ഇനി അടുത്ത്, നിങ്ങൾ ആകയാൽ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ പ്രത്യേകമായ ഒരു സമ്പത്തായി തീരുകയാണ്. നിങ്ങൾ എൻ്റെ പ്രത്യേകമായ ഒരു സമ്പത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ആളായിട്ട് തീരുകയാണ്. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിങ്ങൾ എൻ്റെ ആളായി മാറുന്നു. നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായി തീരുന്നു. നിങ്ങൾ എൻ്റെ സ്വന്തമായി തീരുന്നു. എവിടെ? ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്താൽ, ദൈവം നമ്മെ സഹായിച്ച വിധങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ, മാത്രവുമല്ല ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും കടന്നു വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കണം. അതാണ് ദൈവശബ്ദം, ദൈവത്തിൻ്റെ വചനം. ദൈവം എന്താ നമ്മെക്കുറിച്ച് പറയുന്നത്? അത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് എപ്പോഴും നമുക്കത് കേൾക്കുവാനായി കഴിയുന്നത്. ആ ദൈവത്തിൻ്റെ വചനം നമ്മൾ എത്രത്തോളം ഏത് വിധത്തിൽ കേൾക്കുന്നു, നിങ്ങൾ എൻ്റെ സ്വന്തം ആളായിട്ട് തീരുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം. ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായി തീർന്നു കഴിഞ്ഞാലോട്ട് അതൊരു വലിയ കാര്യമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇവിടെ ഏതെങ്കിലും വലിയൊരു ധനവാന്റെ ആളായി തീർന്നു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഏതെങ്കിലും വലിയൊരു സ്ഥാപനത്തിൻ്റെ ആളായിട്ട് തീരുന്നുവെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. നല്ലൊരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ കൂടെ ആണ് വർക്ക് ചെയ്യുന്നുവെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് അത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു മന്ത്രിയുടെ PA അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു പ്രോജക്ട് മാനേജറോ ഒക്കെ ആയി തീർന്നു കഴിഞ്ഞാലിട്ട് അതൊരു വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ ദൈവം പറയുകയാണ്, നീ കഴുകന്മാരിലെ ചിറകന്മേൽ നിന്നെ നടത്തിയ വിധങ്ങൾ നീ ഓർക്കുകയും നീ എൻ്റെ വാക്ക് കേൾക്കുകയും ചെയ്താൽ നീ എൻ്റെ പ്രത്യേക സമ്പത്തായിട്ട് തീരും. നീ എൻ്റെ ആളായിട്ട് മാറുകയാണ്. നീ എൻ്റെ ആളായിട്ട് മാറുകയാണ്. അത് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ കരങ്ങളെ അടിച്ചു പറ, കർത്താവേ ഞങ്ങൾക്കും ദൈവത്തിൻ്റെ മക്കളായി തീരണം, ഞങ്ങൾക്കും അവകാശമുള്ളവരായി തീരണം, ഞങ്ങൾക്കും ദൈവത്തിൻ്റെ വകയായിട്ട് തീരണം, ഞങ്ങൾക്കും ദൈവത്തിൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് തീരണം. ഹല്ലേലൂയ. കരങ്ങളെ അടിക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് ആമേ ദൈവസന്നിധിയിൽ പറയുക, യെസ്, അതിനൊരു സംരക്ഷണം നിങ്ങൾക്കുണ്ട്, അതിനൊരു സംരക്ഷണമുണ്ട്. ക്ഷുദ്രബന്ധനങ്ങൾ നിങ്ങളെ തൊടത്തില്ല, ശാപത്തിന്റെ ശക്തികൾ നിങ്ങളെ തൊടത്തില്ല, മാന്ത്രിക ശക്തികൾ തൊടത്തില്ല. നിങ്ങൾക്ക് ദൈവത്തിന്റെ വലിയ സംരക്ഷണം അപ്പോൾ ലഭിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ ആളായി കഴിഞ്ഞാൽ നിങ്ങളെ ദൈവം തന്നെയാണ് സൂക്ഷിക്കുന്നത്, നിങ്ങളെ ദൈവം തന്നെയാണ് പരിപാലിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവവേലക്കാരെന്നൊക്കെ പറഞ്ഞാൽ എന്താ? കർത്താവിന് വേണ്ടിയിട്ട് ആ ദൈവത്തിൻ്റെ രാജ്യവിസ്തൃതിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്നവരുണ്ട് എങ്കിലും അവരെല്ലാവരും ദൈവത്തിൻ്റെ ആൾക്കാർ തന്നെയാണ്. ദൈവരാജ്യവിസ്തൃതിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ സ്വന്തം ജനം തന്നെയാണ്. ഇനി ഞാൻ എൻ്റെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു തരാം. ഞാനിപ്പോൾ പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ അദൃശ്യമായ നിയന്ത്രണമുണ്ട്. ആകയാൽ കർത്താവ് എനിക്ക് തരുന്ന വചനങ്ങളും സന്ദേശങ്ങളും നിങ്ങളെ അറിയിക്കുന്നു. ഈ അധ്യായം താഴേക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഡയറക്റ്റ് ദൈവം ജനങ്ങളോട് സംസാരിച്ചില്ല, മോശയിലൂടെ സംസാരിച്ചു, മോശ ജനങ്ങളെ അറിയിച്ചു. ഇനിയും നേരെ തിരിച്ചൊരു ഭാഗമുണ്ട്. നേരെ തിരിച്ചൊരു ഭാഗമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നുവെങ്കിൽ സ്തോത്രം, അത് ഞാൻ നിങ്ങളുടെ പ്രതിനിധിയായിത്തീരുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്ന സമയമാണ്. അഥവാ ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് തീരുന്നു. ആ ഒരു പ്രതിനിധിയായി അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലീഡറായിട്ട് തീരുന്നത് കൊണ്ട് തന്നെയാണ് ഒരു അഭേദ്യമായിട്ടുള്ള ഒരു സ്നേഹവും ബന്ധവും ഒരാത്മീക ജീവിതത്തിൽ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ളൊരു ബഹുമാനം. പ്രൈസ് ഗോഡ് അല്ലേ? ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി നിൽക്കുമ്പോൾ ദൈവത്തിനും ഇതേ ഒരു സ്നേഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനും ഇതേ ഒരു സ്നേഹമുണ്ട്, ഇതേ ഒരു സ്നേഹമുണ്ട്, ഇതേ ഒരു സ്നേഹമുണ്ട്. കർത്താവിൻ്റെ പ്രിയ മക്കളാകാൻ വേണ്ടി കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ നിങ്ങൾ എൻ്റെ പ്രത്യേക സമ്പത്തായി തീരുകയാണ്, പ്രത്യേക സമ്പത്തായി തീരുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ സമ്പത്തായി തീരുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ സമ്പത്തായി തീരുകയാണ്.
സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ ഒരു പ്രത്യേക സമ്പത്തായിട്ട് തീരുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കണം, ദൈവത്തിൻ്റെ വാക്കിനെ നിങ്ങൾ അനുസരിക്കണം എന്നുള്ളത്. സ്തോത്രം. നിങ്ങൾ എനിക്ക് സകല ജാതികളും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും, ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ, നിങ്ങൾ എനിക്ക് പുരോഹിത രാജത്വവും വിശുദ്ധ ജനവും ആകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങൾ. ജനങ്ങളോട് പറയണം, മോശേ നീ ജനങ്ങളോട് പറയണം, ഇവർ എൻ്റെ വാക്ക് കേട്ട് ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്താൽ, അവരവരുടെ ഇഷ്ടം മനസ്സിലാക്കി, ദൈവഹിതം മനസ്സിലാക്കി യാത്ര ചെയ്താൽ, ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി യാത്ര ചെയ്താൽ, കഴുകന്മാരുടെ ചിറകിലേറ്റി ഇവരെ കൊണ്ടുവന്നത് ഇവരെ ഓർമ്മിച്ചു കഴിഞ്ഞാൽ, മറക്കാതിരുന്നു കഴിഞ്ഞാൽ, ഇവരെ രക്ഷിച്ച വിധങ്ങൾ മറക്കാതിരുന്നു കഴിഞ്ഞാലട്ട് ഇവരെനിക്ക് പുരോഹിത രാജത്വം. പുരോഹിത രാജത്വം എന്ന് പറയുമ്പോൾ ദൈവം വേർതിരിച്ച് തൻ്റെ സ്വന്തമാക്കി, സ്വന്തം ജനമാക്കി. അടുത്ത് വിശുദ്ധ ജനം. വിശുദ്ധ ജനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്നു. ദൈവം ചിലതിനെ അങ്ങ് വേർതിരിച്ചെടുക്കുകയാണ്. ദൈവം ചിലത് തങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സ്ഥാനാപതിയാക്കി തിരഞ്ഞെടുത്ത് വേർതിരിച്ച് ഒക്കെ നിർത്തുന്ന ഒരനുഭവമാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമാകാൻ നിങ്ങൾ ആഗ്രഹിക്കണം. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന ഭാഗങ്ങളായിരിക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കപ്പെടുമ്പോൾ. നമ്മൾ ദൈവത്തിൻ്റെ വചനമായാൽ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ചോദിക്കാനും പറയാൻ ആളുണ്ട്. നമ്മൾ ആരുമില്ല എന്ന് വിചാരിക്കരുത്, നിങ്ങൾ ആരുമില്ലാത്തവരാണെന്ന് വിചാരിക്കരുത്, നിങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്കൊരു ദൈവമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുക, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം വ്യക്തികളായി തീർന്നിരിക്കുക, ഞാൻ ദൈവത്തിൻ്റെ പുരോഹിത വർഗമായി തീർന്നിരിക്കുകയാണ്. ദൈവം നിങ്ങളെ ആ പാപത്തിൽ നിന്ന്, ആ മ്ലേച്ഛതകളിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങളെ വിടുവിച്ചെടുത്ത് വേർതിരിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അത്രേ. ഹല്ലേലൂയ. അപ്പോൾ അനുഗ്രഹങ്ങൾ മാത്രം, ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമല്ല ദൈവത്തിൻ്റെ വഴി നടത്തിപ്പെന്ന് പറഞ്ഞാൽ, അതിലുപരി ദൈവത്തിൻ്റെ നടത്തിപ്പ്, ദൈവം നമ്മളെ വേർതിരിക്കുമ്പോൾ, ദൈവം നമ്മെ വേർതിരിക്കുമ്പോൾ അതൊരു വലിയ അനുഗ്രഹമായി തന്നെ കാണും. ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ സഹായിച്ചു, ദൈവം എൻ്റെ ആവശ്യങ്ങൾ കൂടെ ഇരുന്നു, ദൈവം എന്നെ സ്നേഹിച്ചു, എനിക്കൊരു അംഗീകാരം തന്നു, ദൈവം എനിക്കൊരു പദവി തന്നു. ഇതെല്ലാം ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗം. 7-ാം വാക്യം, മോശ വന്ന് ജനത്തിൻ്റെ മൂപ്പന്മാരെ വിളിച്ചു, യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങളൊക്കെയും അവനെ പറഞ്ഞു കൽപ്പിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യുമെന്ന് ജനം ഉത്തരം പറഞ്ഞു. ജനം തിരിച്ചു പറഞ്ഞു, ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. മോശ ജനത്തിൻ്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. യഹോവ മോശയോട്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിന്, നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിന് ഞാനിതാ മേഘതമസിൽ നിന്റെ അടുക്കൽ വരുന്നു എന്ന് അരുളി ചെയ്തു. ജനത്തിൻ്റെ വാക്ക് മോശ യഹോവയോട് ബോധിപ്പിച്ചു. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനത്തിന് കാണുക സീനായി പർവ്വതത്തിൽ ഇറങ്ങും. അടുത്ത്, മോശേ ചിലപ്പോൾ നീ ഇപ്പം വലിയ പൊങ്ങച്ചോടിക്കുകയാണെന്ന് വിചാരിക്കും, അതുകൊണ്ട് ഞാനും നീയും ഒന്നാണ്. യഹോവ മോശയോട്, ഞാൻ സംസാരിക്കുന്ന ജനം കേൾക്കേണ്ടതിനും നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും ഞാൻ ഇതാ മേഘതമസിൽ നിന്റെ അടുക്കൽ വരുന്നു എന്ന് അരുളി ചെയ്തു. ജനം കാണേണ്ടതിന്, ജനങ്ങൾ നോക്കി നിൽക്കെ ദൈവം മോശയുടെ മേൽ മേഘതമസിൽ ഇറങ്ങി വന്നു. എന്തിനാ? വിശ്വസിക്കേണ്ടതിനും കാണേണ്ടതിനും. അത്ഭുതങ്ങളുടെ പിന്നിൽ 2 കാര്യങ്ങൾ ദൈവം ഉദ്ദേശിക്കുന്നു. ഒന്ന്, ജനം കാണണം, മറ്റൊന്ന് ജനം വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്നെ ഒരു പാസ്റ്ററായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത് കണ്ടതുകൊണ്ട്. കർത്താവ് എന്നെ കയ്യിലെടുക്കുന്നത് നിങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ്. ഞാൻ എല്ലാ രഹസ്യത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ ആരും കാണാതെയാണ് പ്രാർത്ഥിക്കുകയും ആരും കാണാതെയാണ് അത്ഭുതങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ പറയും, ശരി, എന്താണോ നമുക്കൊരു പിടിയും കിട്ടുന്നില്ല, പുള്ളി പറയണതൊക്കെ തന്നെ വേദവാക്യം. ഇല്ല, നേരിട്ട് കണ്ടതുകൊണ്ട് ചിലർക്ക് വിശ്വാസം വന്നു. ഇതൊരു തെരഞ്ഞെടുക്കപ്പെട്ട ഭക്തനാണ്, ഇവർ വിളി കേട്ട വ്യക്തിയാണ്. ദൈവം അദ്ദേഹത്തെ കയ്യിലെടുക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്, സ്വജീവിതത്തിൽ അനുഭവിച്ചവരുണ്ട്. അതെ, ഞങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പം മോശയ്ക്ക് ദൈവം അടുത്തു കൊടുക്കുന്ന ഒരു അംഗീകാരം എന്ന് പറഞ്ഞാൽ, ജനം വിശ്വസിക്കണം, ജനം കാണണം. പ്രൈസ് ഗോഡ്. ജനം വിശ്വസിക്കണം, ജനം കാണണം. അപ്പോൾ ഒരത്ഭുതം നടന്നു കഴിഞ്ഞാൽ ദൈവം 2 കാണും. 1 ജനത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടി, 2 ജനങ്ങൾ കാണേണ്ടതിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ചില സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ട് ഒരാളെ വേദിയിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം ഒരു പബ്ലിക് മീറ്റിങ്ങിൻ്റെ മധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ ദൈവിക രോഗശാന്തികൾ ചിലപ്പോൾ പ്രത്യക്ഷമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുന്നവരൊക്കെ പറയും, അയ്യോ അതൊക്കെ അങ്ങ് പ്രാപിച്ചുകൊണ്ട് അങ്ങ് പോയാൽ പോരെ,
അതൊക്കെ നമ്മൾ 10 പേരെ അറിയിക്കണോ? ഇനിയിപ്പം വിളിച്ച് മൈക്ക് കൊടുത്ത് സാക്ഷി അറിയിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതെ, പക്ഷെങ്കിലും അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അങ്ങ് പ്രാർത്ഥിച്ച് ദുആവിട്ട് രക്ഷപ്പെടട്ടെ, ആൾക്കാർ രക്ഷപ്പെടാം. അല്ലാന്നേ, ദൈവം പറഞ്ഞിരിക്കുന്നത് അവർ വിശ്വസിക്കണം. ദൈവം പറഞ്ഞിരിക്കുന്നത് അവർ കാണണം. മേഘതമസിൽ ഞാൻ ഇറങ്ങി വരുന്നത് ഈ ജനം കാണണം. ഈ ജനം എങ്കിലേ വിശ്വസിക്കത്തുള്ളൂ. ദൈവം പ്രവർത്തിക്കുന്നവനാണെന്നും ദൈവം ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. ഇന്നും അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല. ഇന്നും അടയാളങ്ങൾ തീർന്നു പോയിട്ടില്ല. ഇന്നും തൻ്റെ അപ്പോസ്തലന്മാരെ കർത്താവ് കയ്യിലെടുത്ത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാ ജനം വിശ്വസിക്കേണ്ടതിനും ജനം കാണേണ്ടതിന് ഞാൻ അവരുടെ മധ്യത്തിൽ നിന്റെ മേൽ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ എവിടെ വെച്ചാ പറയുന്നത്? മോശയുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവവും മോശയും തമ്മിൽ ഒരു ഡീൽ ഉണ്ടാക്കുകയാണ്. മോശയ്ക്ക് വേണ്ടി നിൽക്കുന്നതല്ല, ദൈവത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അത് കർത്താവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞു, ഇന്ന് ഇങ്ങനെയാകണം, ഞാൻ ഇറങ്ങി വരും, നീ അങ്ങ് നിൽക്കണം. അതെന്തിനാണെന്നറിയാവോ? അവർ കാണാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണെന്നറിയാവോ? അവർ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അവിടെ ഉണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതൊരു ശുശ്രൂഷ ഡെവലപ്പ് ചെയ്യാനാണ്. ഒരു ശുശ്രൂഷയുടെ അടുത്തൊരു തുടക്കം. ഇല്ലെങ്കിൽ ജനങ്ങൾ കയ്യിൽ നിൽക്കത്തില്ല, ജനങ്ങൾ അംഗീകരിക്കത്തില്ല, വിശ്വസിക്കത്തില്ല. പിശാചിന്റെ ഇടയിൽ തേർവാഴ്ച നടത്തുന്ന സമയത്ത് ഛന്നാഭിന്നമാകും, എല്ലാം കൈവിട്ടു പോകും. ഇത് ദൈവം മനസ്സിലാക്കിയിട്ടാണ് മോശയെ ആ രീതിയിൽ ട്രെയിൻ ചെയ്യുന്നത്. സുഹൃത്തെ, ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുമ്പോൾ, ദൈവം നിന്നെ കയ്യിലെടുക്കുമ്പോൾ, ദൈവം നിന്നെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ, കർത്താവ് ആമേൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെ നീ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അത് പലതും ജനത്തിൻ്റെ വിശ്വാസം. നീ ഒരു ശുശ്രൂഷാ മേഖലയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ വാക്ക്, നിന്റെ ഇടപെടൽ, നിന്റെ സംസാരം, ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ പ്രസാദം മാത്രമല്ല, ഒരു ദൈവീകത്വത്തെ ജനങ്ങളിലേക്ക് ദൈവം സ്പ്രെഡ് ചെയ്യുന്ന അനുഭവങ്ങളായിരിക്കാം. നമുക്ക് ചിലപ്പോൾ കോപം വരും, നമുക്ക് ചിലപ്പോൾ സ്ട്രെയിൻ വരും, നമ്മുടെ ജോലി ഭാരം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഭയങ്കര ദേഷ്യം വന്നെന്നിരിക്കാം. ഇതിനെല്ലാം കടിച്ചമർത്തണം. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് നിൽക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ ജോലിക്കാരായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നിങ്ങൾ നിൽക്കുന്ന സമയത്തിലേക്ക് നിങ്ങൾ കർത്താവിൻ്റെ പ്രതിനിധികളെന്നുള്ള ഉറച്ച ബോധം എൻ്റെ ദൈവം നേരത്തെ കൂട്ടി മോശയോട് പറയുന്നു, ജനം വിശ്വസിക്കേണ്ടത് ഞാൻ നിന്റെ മേൽ ഇറങ്ങി വരും. 10-ാം വാക്യം, യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുകെ സീനായി പർവ്വതത്തിൽ ഇറങ്ങും. വസ്ത്രം അലക്കി ശുദ്ധീകരണം. പുതിയ നിയമത്തിൽ നമ്മുടെ പുറമേയുള്ള ശുദ്ധീകരണമല്ല, പക്ഷേ പുതിയ നിയമത്തിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ പഴയ നിയമം വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാൻ വേണ്ടി 3 ദിവസത്തെ ഒരുക്കം, വെള്ളി, ശനി, ഞായർ, 3 ദിവസത്തെ ഒരുക്കം വേണം. രാവിലെ കയ്യിൽ കിട്ടി എതിർത്തോണ്ട് വരല്ലെന്ന്. വസ്ത്രം നേരത്തെ അലക്കിയിടണം. എന്നാത്തിനെന്നറിയോ? പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനത്തോട് ദൈവം ഇടപെടാൻ പോവുക, ദൈവം സംസാരിക്കാൻ പോവുക, ദൈവം അവരെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങാൻ പോവുക, ജനത്തെ അനുഗ്രഹിക്കാൻ പോവുക, ജനത്തോട് സംസാരിക്കാൻ പോവുക. അതിനു മുമ്പ് ജനം ചെയ്യേണ്ടത് എന്തെന്നറിയാം? മോശയോട് പറഞ്ഞു, 3 ദിവസം ഇവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായി പർവ്വതത്തിൽ. ദൈവ സാന്നിധ്യം നിനക്ക് കാണണമോ? നല്ല ഡ്രസ്സ് ധരിക്കണം. ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണമോ? നല്ല വസ്ത്രധാരണം. ഇന്നത്തെ മന്ന ടിവിയുടെ പ്രോഗ്രാമുകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന അനുഗ്രഹനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം കുഞ്ഞിനെ കഴിഞ്ഞ 8 വർഷം കാത്തു സൂക്ഷിക്കുകയും അതുപോലെ തന്നെ കുടുംബം ആഗ്രഹിച്ച ഒരു വിഷയത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതിന് നന്ദിയാർത്ഥം ഈ സ്തോത്രാർപ്പണം ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൈതലിനെ അങ്ങ് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. ആരോഗ്യത്തെയും ദൈവിക സൗഖ്യത്തെയും ദൈവികമായിട്ടുള്ള കർത്താവെ സകലവിധമാകുന്ന അനുഗ്രഹങ്ങളും കുഞ്ഞിൻ്റെ ഈ വളർച്ചാ കാലഘട്ടത്തിൽ ദൈവമേ അങ്ങ് നൽകി അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയാലും ജ്ഞാനത്താലും പരിജ്ഞാനത്താലും കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിലും കർത്താവെ പേഴ്സണൽ ലൈഫിൻ്റെ ഡെവലപ്മെൻറ്റിലും ദൈവമേ അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതൃകയുള്ളൊരു കുഞ്ഞായി ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ആശീർവദിക്കണം. കർത്താവെ, അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച അവരുടെ ഫാമിലിയുടെ ഒരു വിഷയത്തിൽ ദൈവം ചെയ്ത വലിയ അത്ഭുതത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ദൈവമേ, തുടർന്നുള്ള നാളുകളിലും യഹോവയായി ദൈവം സങ്കേതവും കോട്ടയുമായി കൂടെ ഇരുന്ന് അവരുടെ മക്കളെ ആശീർവദിക്കണം, അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.